ആ അതുകൊണ്ടാണ് പലതും ഇപ്പൊ ഞാൻ ഓപ്പണായി പറയില്ല. പക്ഷെ ഓപ്പണായി പറയേണ്ട അവസ്ഥ വന്നാൽ യമുന പറഞ്ഞിരിക്കും, ഈ വേദിയിൽ പറഞ്ഞിരിക്കും, പബ്ലിക് സ്പേസിൽ. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബിഗ് ബോസ് വീടിനുള്ളിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നടന്ന ചില ചർച്ചകൾ, ആ ചർച്ചകളോടുള്ള ബന്ധത്തിൽ നടന്ന പ്രശ്നങ്ങൾ, അതിന്റെ മുൻപിൽ യമുന വെളിപ്പെടുത്തിയ ചില പ്രധാനപ്പെട്ട വസ്തുതകൾ, അതൊക്കെ പ്രേക്ഷകർ കാണാതെയും കേൾക്കാതെയും പോകരുത്. യമുന പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഗബ്രിയും ജാസ്മിനുമാണ് ടാസ്കിൽ വിജയിച്ചവർ, അവർ ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ ഇതിനു മുമ്പ് പവർ ടീം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ലഭിച്ചിട്ട് അത് നേരെ ചൊവ്വെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണിവർ. അവർ ക്യാപ്റ്റൻ സ്ഥാനത്തെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയാണ് എനിക്ക്. രണ്ടാമത് ജാസ്മിനെതിരെ പറയുകയാണ്, ബുദ്ധി പോലും ഉദിക്കാത്ത ഒരു പെൺകുട്ടി വന്നു നിന്നുകൊണ്ട് എന്താണ് പറയുന്നത് എന്നുള്ള ബോധം പോലുമില്ലാതെ ഒരു മനുഷ്യനെതിരെ വളരെ മോശമായ വാക്കുകൾ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ആ വീട്ടിൽ ജിൻഡോയ്ക്കെതിരെ നടന്ന പ്രശ്നങ്ങളിൽ ജാസ്മിൻ വിളിച്ചു പറഞ്ഞ ചില വാക്കുകളാണ് ജിൻഡോയ്ക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് എന്നുള്ളത്. ആ വാക്കിനെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, ബുദ്ധി പോലും ഉദിക്കാത്തൊരു പെൺകുട്ടി ബോധമില്ലാതെ എന്തൊക്കെയോ ഒരു മനുഷ്യനെതിരെ മോശമായ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ക്യാപ്റ്റനായി മാറിയാൽ ഈ വീടിന്റെ അവസ്ഥ എന്താകും? താൻ കഴിഞ്ഞ ആഴ്ച ചെയ്തതും പ്രവർത്തിച്ചതും എന്തായിരുന്നു എന്നുള്ളത് ഇനി മനസ്സിലാവാൻ പോവുകയാണ്. അടുത്തത് ഗബ്രിയാണ്. സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് മറ്റൊരവസരത്തിൽ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടു വരുന്നു. സ്ത്രീകൾക്കെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇതിൽ പലതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തതാണ്. ഇത് യമുന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് ഗബ്രി ഒരു ഭാഗത്തിരുന്ന് എന്നുള്ള മ്യൂസിക് ഇടുന്നു. ആ സമയത്ത് വളരെ കലിപ്പോടുകൂടി യമുന പറയുകയാണ്, ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പണായി പറയുന്നില്ല, പക്ഷേ പറയേണ്ട അവസ്ഥ വന്നാൽ യമുന പറഞ്ഞിരിക്കും. ഈ വേദിയിൽ പബ്ലിക് സ്പേസിൽ നിന്നുകൊണ്ട് പരസ്യമായി അത് പറഞ്ഞിരിക്കും. ഇത്തരം മോശം സ്വഭാവമുള്ള വ്യക്തികൾ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയാൽ ബിഗ് ബോസ് ഹൗസ് എന്തായി മാറും, ഈ വീടിന്റെ അന്തസ് എന്തായി മാറും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് എന്നുള്ള രീതിയിലാണ് യമുന തുറന്നടിച്ചത്. എന്താണ് യമുന ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത്? എന്താണ് യമുന തുറന്നു പറയും എന്ന് പറയുവാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ കിടക്കയിൽ ഞെട്ടിയുണർന്നു നോക്കുന്ന യമുന തൊട്ടടുത്ത കിടക്കയിൽ ജാസ്മിനെയും ഗബ്രിയെയും ഒരുമിച്ച് കാണുകയും ആ റൂം വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത് ഋഷിയുമായിട്ട് സംസാരിക്കുന്നു. ഇന്ന് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഋഷി യമുനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞല്ലോ അവിടെ വെച്ച് ചിലത് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, എന്തൊക്കെയാണ് കണ്ടത്, ഞങ്ങളോടൊന്ന് കേൾക്കട്ടെ. അപ്പോൾ യമുന പറയുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയില്ല, പക്ഷെ പറയാൻ കുറെ കാര്യങ്ങളുണ്ട്, അത് പറയേണ്ടി വന്നാൽ യമുന പറഞ്ഞിരിക്കും. യമുന വിളിച്ചു പറയും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഏകദേശം അറിയുള്ളതാണ്. ലൈവിലൂടെയും എപ്പിസോഡിലൂടെയും ഒക്കെ ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും യമുന തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കണ്ടു എന്നുള്ള കാര്യം എന്താണ് എന്നറിയുവാൻ പ്രേക്ഷകർക്കും ഒരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായിട്ടുമുണ്ട്. അതുകൊണ്ട് യമുന അവിടെ നിൽക്കട്ടെ, ആ വീട്ടിൽ നിന്നുകൊണ്ട് യമുന കളിക്കട്ടെ. അങ്ങനെ കളിച്ച് അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും അവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളത് കാണുവാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് ഈ നോമിനേഷനിൽ ഈ വീക്കെൻഡിൽ യമുന പുറത്തു പോകുവാൻ പാടില്ല, യമുന അവിടെ നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകർക്ക് ആ താല്പര്യമുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്ത് അവിടെ നിർത്തുക. അവരവിടെ നിൽക്കട്ടെ. അവർ കണ്ടതും കേട്ടതുമൊക്കെ അവർ പുറം ലോകത്തോട് വിളിച്ചു പറയട്ടെ.